മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന് ഹൈക്കോടതി. ആദ്യ ഭാര്യ എതിർപ്പ് അറിയിച്ചാൽ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾക്കാണ് മതം അവകാശത്തെക്കാൾ പ്രാധാന്യം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്തൊരു വാർത്തയാണ് ഈ കേൾക്കുന്നത്. മുസ്ലിം പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം. വിധിയെ കൊള്ളാം, പക്ഷെ ഇതിൽ എന്തോ ഒരു പിശകുണ്ടല്ലോ പിള്ളേച്ച. കാരണേ ഇവിടെ ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ ഒരു മുസ്ലിം യുവാവാകട്ടെ മറ്റേത് വിവാഹത്തിൽപ്പെട്ടവരാകട്ടെ മറ്റു പെൺകുട്ടികളുമായി ലിവിങ് ടുഗദർ പ്രശ്നമില്ല. ഒരു രജിസ്റ്ററോ ഒരു നിക്കാഹിന്റെ ബന്ധമോ അല്ലാത്ത ബാക്കിയെല്ലാം അത് ഉൾപ്പെടും. അത് പ്രശ്നമില്ല. അതിപ്പോ ഏത് പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏത് പുരുഷനെ വഞ്ചിച്ചിട്ടാണെങ്കിലും അത് പ്രശ്നമല്ല. കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന് പെണ്ണിന്റെ സമ്മതം വേണം. ഒരു വർഷത്തിൽ എത്ര സഹോദരിമാർ മക്കളും അതുപോലെ ഭർത്താവുമുള്ള സഹോദരിമാരും തിരിച്ചും പുരുഷന്മാരും എത്ര പേരാണ് മറ്റുള്ളവരുമായിട്ട് ഒളിച്ചോടി പോകുന്നത്? എന്തേ വലിയ കേസൊന്നാവുന്നില്ല. അപ്പൊ കെട്ടിയാല് കേസാണ്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അല്ലാതെ എവിടെയെങ്കിലും വെച്ച് ഇഷ്ടത്തിന് ആവശ്യത്തിന് അനുസരണം അവൻ അവളെ ഭോഗിച്ചാലോ ഉപയോഗിച്ചാലോ അതിൽ പ്രശ്നമില്ല. ഒരുമിച്ച് കൂടെ ജീവിതം ചെലവഴിച്ചാലോ ഒന്നും ഒരു പ്രശ്നമില്ല. എന്തൊരു നിയമമാണിത്? ഞാൻ ഇനി ചോദിക്കട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പല അമുസ്ലിങ്ങളായവരുണ്ടാകും. നിങ്ങളുടെ പരിസരത്ത് എത്ര മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, പുരുഷന്മാർ രണ്ടാമത് വിവാഹം കഴിച്ചവരുണ്ടാകും? ഒന്ന് കണക്കെടുത്താൽ വിരൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് 4 വരെ വിവാഹം ആകാമെങ്കിലും ഒന്ന് കഴിക്കുന്നവർ തന്നെയാണ് അധികവും. രണ്ടാമത് കഴിക്കുന്നത് അപൂർവമായി മാറിയിരിക്കുന്ന ഈ കാലത്ത് ഈ വാർത്തക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇത് മുസ്ലിങ്ങളെ മാത്രം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വിഭാഗത്തിലും ലിവിങ് ടുഗദറും പ്രണയങ്ങളും മറ്റു ചില വൃത്തികെട്ട രീതിയിൽ ഇടപെടലൊക്കെ സാധാരണയാണ്. അതൊന്നും തെറ്റല്ല. വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രം തെറ്റാ.